ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, ഒരു സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടൊരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം എനിക്കും ഇതുപോലൊരു സിമിലർ ആയിട്ടൊരു അനുഭവം ഉണ്ടായി. ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും പ്രശ്നമുണ്ടാക്കുന്ന കാറുകാരെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞു തരുന്നത്. വേറൊന്നും കൊണ്ടല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പലരും ഡോറ് തുറന്ന് വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് സൈഡിൽ നിന്ന് വരുന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ വാഹനം ഉണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യാറില്ല. പലപ്പോഴും ഇത് നമ്മുടെ വാഹനത്തിന് ബുദ്ധിമുട്ട് വരാറുണ്ടെന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പം ഈ വാഹനത്തിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഞാൻ ഉടനെ ചാടി പുറത്തോട്ട് ഇങ്ങനെ ഡോറൊക്കെ തുറന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ള രീതിയാണ്. എന്തുകൊണ്ടാണ് ഇത് തെറ്റായിട്ടുള്ള രീതി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത്, ഞാനിപ്പോൾ ഈ വാഹനത്തിനകത്ത് ഇരിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഈ വാഹനത്തിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് അല്ലെങ്കിൽ ആ മിറർ നോക്കി എനിക്ക് പുറയിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അത് നോക്കി വാഹനം വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി ഞാൻ ഡോറ് തുറക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ ചെയ്തത് കറക്റ്റാണ്. പക്ഷേ ഇത് നോക്കാതെയാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നതെങ്കിലോ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം വരും. ഇൻ കേസ് നമുക്ക് രാത്രിയാണ്, ആ ഗ്ലാസ്സിൽ കൂടെ നോക്കിയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല, ലൈറ്റിൻ്റെ വെട്ടമുണ്ട്, എന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് വരുന്നത്, വെട്ടമില്ല, അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അതും ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളൂ, ഒന്നുകൂടെ കാണിക്കാമെന്നേ ഉള്ളൂ. ഈ ഒരു കൈ കൊണ്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നു അല്ലേ, സ്ഥിരം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിങ്ങനെയാണ് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഈ ഒരു കൈ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ഡോറ് തുറന്നിട്ട് റൈറ്റ് ഹാൻഡ് ഇവിടെ പിടിച്ചുകൊണ്ട്, അതായത് റൈറ്റ് ഹാൻഡ് ഈ ഹാൻഡിലെ പിടിച്ചുകൊണ്ട് പുറത്തോട്ട്, അതായത് ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് നോക്കി വേറെ വാഹനം വരുന്നില്ലെന്ന് കൺഫേം ആക്കിയേച്ചും നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് തോന്നുന്നു. അതായത് ഡോർ ഹാൻഡിൽ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരു ഹാൻഡിലിൻ്റെ രീതിയാണ് എല്ലാവരും ഓപ്പൺ ചെയ്യുന്നത്, പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു ഡോർ ഹാൻഡിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, തിരിയുന്ന ശ്രദ്ധിച്ചോണം, ഇതിവിടെയും. അതായത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യുക, റൈറ്റ് ഹാൻഡ് കൊണ്ട് അത് പിടിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ പതുക്കെ തലയൊന്ന് പുറത്തോട്ട് ഇട്ട് നോക്കുക. ഓക്കെ, കണ്ടോ, ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരു വാഹനം വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇങ്ങനെയാവുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും. അങ്ങനെയാണെങ്കിൽ പുറത്ത് ബാക്ക് സൈഡിലെ ഡോർ ആണെങ്കിലോ അവിടെയും കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഈ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക. ബാക്ക് സൈഡിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇതേ സെയിം പ്രൊസീജിയറിന് ഒരു മാറ്റവും ഇല്ല. ഈ കൈ ഓക്കെ സെറ്റ്, ലെഫ്റ്റ്, നമ്മളെപ്പോഴും റൈറ്റ് ആണ് നോക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഡോറ് തുറക്കുക, റൈറ്റ് ഹാൻഡ് ഇവിടെ പിടിക്കുക. ഓക്കെ, ഇങ്ങനെ. എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ തലയിട്ട് പുറത്തോട്ട് നോക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണത്, ഈ മിറർ എന്തിനു വെച്ചിരിക്കുന്നതാണ് ഈ സൈഡിലുള്ള, കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, പുറമേ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ യെസ് കാണാം, വാഹനത്തിൻ്റെ ഈ സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതിലേ വല്ലതും വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയതിന് ശേഷം ധൈര്യമായിട്ട് എനിക്ക് തുറന്നിറങ്ങാൻ സാധിക്കും. ജസ്റ്റ് തല പോലും ഇട്ട് നോക്കണ്ട. ആ ഒരു കാര്യത്തിനാണ് ഞാൻ ഈ സൈഡിലൊരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും പല വീഡിയോസിലും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇവിടെ എന്താണ്, കാരണം ഞാൻ ഇത്തരം പോർഷനായിരിക്കും നിങ്ങൾ മിക്കവാറും കാണുന്നത്, ഈ ഒരു സാധനം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം ഇതാണ്. അതായത് നമുക്കിപ്പം ബാക്കിൽ നിന്ന് വരുന്നൊരു വാഹനം അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ആരെങ്കിലും നടന്നു വരുന്നുണ്ടോ ഇതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കും. ഇനി അതല്ല, നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വാഹനം നല്ല സ്പീഡിൽ ഇതിലെ വരികയെന്ന് വെച്ചു, ഇതിലെ നല്ല സ്പീഡിൽ വരികയാണ്, നമ്മൾ ഡോറ് തുറന്ന് ആ വാഹനം ഇടിച്ച്, ഒന്നെങ്കിൽ അതൊരു ബൈക്കുകാരനാണെങ്കിൽ അവൻ്റെ കാര്യം തീർന്നു, ഒരു കാറുകാരനാണെങ്കിൽ നമ്മുടെ ഡോറും എടുത്തുകൊണ്ട് അങ്ങ് പോകും. ഓക്കെ, ഫുൾ ഡോറുമായിട്ട് അങ്ങ് പോകും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇൻഷുറൻസ് ഒക്കെ കിട്ടില്ലെന്നല്ല, പക്ഷേ അതിൻ്റേതായ താമസവും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട് കഴിവതും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നിങ്ങൾ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ട് വരാതിരുന്നോളും.